പ്രശാന്തേട്ടാ, സുരേഷ് ഗോപി കുറച്ച് നാളായി നമ്മൾ സുരേഷ് ഗോപിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട്. സുരേഷ് ഗോപിയെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളൊരു വക ഇപ്പം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം സുരേഷ് ഗോപി ഒന്നും ചെയ്യുന്നില്ല എന്നൊരു ആരോപണം ഉണ്ട് അതിഭീകരമായിട്ട്. സുരേഷ് ഗോപി അവിടെ നിന്ന് ജയിച്ചു. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ സുരേഷ് ഗോപി ജയിപ്പിക്കാനായിട്ട് അക്ഷീണം പ്രവർത്തിച്ചതിൽ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് എന്ന് പറയാൻ നമ്മൾ സത്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് സുരേഷ് ഗോപി കൊടുത്ത മാതാവിൻ്റെ കിരീടം, ആ കിരീടം ചെമ്പാണെന്ന് പറഞ്ഞ് എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു ചെമ്പല്ല, അതിൽ 10 പവൻ സ്വർണ്ണമുണ്ട്. ഇവര് പോയി ചെക്ക് ചെയ്തിട്ട് അത് ആരും അറിയാതെ കൊണ്ട് തിരിച്ചു വെച്ചു. അതൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവന്നല്ലോ. മാധ്യമപ്രവർത്തകര് സുരേഷ് ഗോപിക്ക് നേരെ കാണിച്ച സമീപനം ഇതെല്ലാം. പക്ഷെ എന്നിരുന്നാലും വിജയിച്ചു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു ധാർഷ്ട്യം ഇവിടെ നിന്നോ വന്ന് പിടിപെട്ടോ എന്നുള്ളൊരു സംശയം പല ആൾക്കാർക്കുമുണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂർ ജനതയ്ക്കുണ്ട്. അങ്ങനെ ഉണ്ടോ? അത് ചർച്ചയിൽ കൊണ്ടുവരാണെന്നല്ലേ മാധ്യമങ്ങൾ കൃത്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ സുരേഷ് ഗോപിയെ ആർക്കും അറിയത്തില്ലല്ലോ. സുരേഷ് ഗോപിക്ക് പണ്ടുള്ളതൊക്കെ തന്നെ ഇപ്പോഴും ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്, സോഷ്യൽ മീഡിയ മാത്രമല്ല, ഈ തൃശ്ശൂർ ജനങ്ങൾക്കെതിരെ അകത്ത് എനിക്ക് തൃശ്ശൂർ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പലരും നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരാണ്, മനസ്സിലായില്ലേ? അപ്പം അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്ക്, ചില ആൾക്കാർ പറയുന്നത് സുരേഷ് ഗോപിക്ക് ഒരു കിളി പോയി, ചില ആൾക്കാർ പറയുന്നത് സുരേഷ് ഗോപി പഴയ ഫ്യൂഡൽ ഒരു മാടമ്പി സ്വഭാവം പുറത്ത് കാണിക്കുന്നു, ഞങ്ങൾ കണ്ട സുരേഷ് ഗോപി ഇങ്ങനെയല്ല എന്ന് പറയുന്നു. അങ്ങനെ സുരേഷ് ഗോപിക്ക് വിജയിച്ചു കഴിഞ്ഞപ്പോൾ മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തിയോ? സുരേഷ് ഗോപിയെ പറ്റി ഇപ്പം ഈ പറഞ്ഞ ആരോപണം എത്ര കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഫ്യൂഡൽ മാടമ്പി, അടുത്ത പ്രാവശ്യം ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്നത് ഈ ഒരു പ്രചരണം നടന്നു. സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറഞ്ഞാൽ 5 ലക്ഷം വോട്ടിനായിരിക്കുമല്ലോ മൊത്തം, ഞാൻ കണക്ക് പറയും, അല്ലെങ്കിൽ ഒരു 4 ലക്ഷം വോട്ടിനായിരിക്കുമല്ലോ. ബാക്കി 12 ലക്ഷം വോട്ടിനകത്ത് ബാക്കി 7 ലക്ഷം വോട്ട് വെളിയിൽ കിടക്കുവാണല്ലോ, രണ്ടുപേരോട് വിധിച്ചുവല്ലോ. 7 ലക്ഷം വോട്ട് സുരേഷ് ഗോപിക്ക് എതിരാണല്ലോ. ആ പറയുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ഇങ്ങനെ ധനുഷിന് പറയാൻ മനസ്സിലാവുന്നു. സുരേഷ് ഗോപി എന്ത് കാണിച്ചെന്ന് 2014 തൊട്ട് മോദി അധികാരത്തിൽ വന്നു. സുരേഷ് ഗോപി പറയുന്നുണ്ടായിരുന്നില്ല, ഞാനൊരു SFIക്കാരനായിട്ടാണ് ജനിച്ചതും വളർന്നത്. അതാണ് പ്രശ്നം. സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധിയെ ഞാൻ പറഞ്ഞത് അയാൾ ഒരു BJP MP ആയിരുന്നിട്ട് ഇന്ദിരാഗാന്ധിയെ പോയിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞിട്ട് അത് സുരേഷ് ഗോപിയുടെ കാര്യമല്ല. ഞാൻ പറഞ്ഞു ഞാനൊരു SFIക്കാരനായിരുന്നു. ഞാൻ പിന്നെ കോൺഗ്രസിനകത്ത് പോയി, കോൺഗ്രസിനകത്തേക്ക് കാര്യം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയിൽ അദ്ദേഹത്തിന് ഇഷ്ടം തോന്നി. ഒരുപക്ഷെ അവർ തമ്മിൽ ഏതെങ്കിലും കാരണവശാൽ പരിചയപ്പെട്ടു കാണും. നരേന്ദ്രമോദിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തെ ഉപയോഗിക്കാൻ കൊള്ളാമെന്ന് കണ്ടു. അദ്ദേഹത്തെ കലാകാരൻ്റെ എന്നുള്ള കെയർ ഓഫിൽ അവിടെ രാജ്യസഭ MP ആയിട്ട് നോമിനേറ്റ് ചെയ്തു. ഈ രാജ്യസഭ MP ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നിടം വരെ സുരേഷ് ഗോപിയെ ഞാനും നിങ്ങളും ഉൾപ്പെടെ ഉള്ളവർ അടുത്തറിയാൻ മേത്തൊരു അറിഞ്ഞിരുന്ന എങ്ങനെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കലാകാരൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്മീഷണർ സിനിമ, ഇങ്ങനെ ചില സിനിമയിൽ കൂടി സൂപ്പർ സ്റ്റാർ ആയ വ്യക്തി, ആ സുരേഷ് ഗോപിയെ നമുക്കറിയാവുന്നേ. ഈ പറയുന്ന സുരേഷ് ഗോപി ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നുണ്ടായിരുന്നു, ആൾക്കാരെ സഹായിക്കുന്നുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ യഥാർത്ഥ സ്വഭാവവും വ്യക്തി അതൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്കും അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർക്കും കുടുംബങ്ങൾക്കും ആയിരിക്കുമല്ലോ അറിയാവുന്നത്, വേറെ ആർക്കും അറിയത്തില്ലല്ലോ. അതിനുശേഷം സുരേഷ് ഗോപി രാജ്യസഭ MP ആയിട്ട് വരുന്നു. സുരേഷ് ഗോപി കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു രാജ്യസഭ MP എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ കുറേ കൂടാൻ തുടങ്ങി. ആ മാധ്യമങ്ങൾ കുറേ കൂടാൻ തുടങ്ങുന്ന സമയം തൊട്ടേ കേരളത്തിൻ്റെ മാധ്യമ ശൈലി അനുസരിച്ച്, കേരളത്തിൻ്റെ ഒരു പ്രകൃതം അനുസരിച്ച് ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയതയുള്ള സംസ്ഥാനം, നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്നത് മാധ്യമങ്ങൾ കൃത്യമായിട്ട് വേർതിരിച്ച് ആൾക്കാരെ കാണുന്ന സംസ്ഥാനം ശരിയല്ലേ? വാർത്തകൾ കൊടുക്കുന്നതിനകത്തും വാർത്തകൾ പടയ്ക്കുന്നതിനകത്തും ഒക്കെ മാധ്യമങ്ങൾ കാണിക്കുന്ന സ്ഥലമുണ്ട്. ഇത് സുരേഷ് ഗോപിയിൽ കൂടി അവലംബിക്കാൻ തുടങ്ങി. സുരേഷ് ഗോപി രാജ്യസഭ MP ആയിട്ട് എന്നോട്ട് എന്തെല്ലാം ചെയ്താലും അതിനകത്തൊരു മെറിറ്റില്ലായ്മ കണ്ടുപിടിച്ച് പ്രചരിപ്പിക്കാൻ തുടങ്ങിയതാണോ? സുരേഷ് ഗോപി അതിനുശേഷം രാജ്യസഭ MP ആയിട്ട് അദ്ദേഹത്തിന്റെ ഫണ്ടുകൾ വിവിധ പ്രദേശങ്ങൾ കേരളത്തിൽ ഉപയോഗിച്ചു, ഒരു മണ്ഡലത്തും അല്ലാതെ ഉപയോഗിച്ചു. എവിടെയൊക്കെ ചെന്ന് പുള്ളിയെടുത്ത് എന്തൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം പുള്ളി ചെയ്തു കൊടുത്തു. ഈ മെറിറ്റൊന്നും മാധ്യമങ്ങൾ വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചില്ലല്ലോ. അവസാനം അദ്ദേഹം തന്നെ ഒരു ലോക്സഭാ മണ്ഡലം തീരുമാനിച്ചു, ഞാൻ തൃശ്ശൂർ നിന്ന് പ്രവർത്തിച്ചു. തൃശ്ശൂർ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നല്ലോ, തൃശ്ശൂർ നിന്ന് പ്രവർത്തിച്ചു. ആദ്യം പ്രവർത്തിച്ചു പുള്ളി പറഞ്ഞതുപോലെ ആരും അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. രണ്ടാമത് നിയമസഭയിൽ നിന്നു ആരും അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. ഒരുപക്ഷെ BJPക്കാർ പോലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സുരേഷ് ഗോപി സുപ്രഭാതത്തിൽ BJP പ്രവർത്തിച്ചിട്ടൊന്നും വന്ന ആളല്ലോ. സുപ്രഭാതത്തിൽ നരേന്ദ്രമോദിയുടെ കെയർ ഓഫിൽ വന്നതുകൊണ്ട് BJPക്കാർക്ക് പുറമെ അങ്ങനെ അങ്ങോട്ട് തള്ളി പറയാൻ പറ്റിയില്ല, രാജ്യസഭ MP എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ BJPക്കാർ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടെന്നും നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. ഉൾക്കൊണ്ട് കാണുമായിരിക്കും, ഇല്ലായിരിക്കാം, പക്ഷെ അതൊന്നും കണ്ടില്ല. അവസാനം ഈ 10 കൊല്ലം അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി, ഈ പറയുന്ന പ്രവർത്തന ശൈലിയൊക്കെ ഉണ്ടെങ്കിൽ തൃശ്ശൂർക്കാരനകത്ത് ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ, സംശ്രമമായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ കൃത്യമായിട്ടുള്ളിടത്ത് അല്ലെങ്കിൽ നിങ്ങളീ പറയുന്ന ധാർഷ്ട്യമുള്ളവനും അല്ലെങ്കിൽ അഹങ്കാരമുള്ളവനും
കുഴപ്പക്കാരനുമായിട്ടുള്ള ആൾക്കാരെ അവരെ 75,000 വോട്ട് ജയിപ്പിക്കുമോ ധനുഷേ? അവർ മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ ജയിപ്പിച്ചത്. അല്ല, ജയിക്കുന്നത് വരെ കുഴപ്പമില്ലല്ലോ. കഴിഞ്ഞതിന് ശേഷം കുഴപ്പം വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവല്ലേ പറയുന്ന സുരേഷ് ഗോപി പൂരം കലക്കാൻ ശ്രമിച്ചു. ഇല്ല, അതെ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുവല്ലേ. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞൊക്കെ എന്തോ അവസ്ഥ. സുരേഷ് ഗോപി ഒരു പച്ചയ മനുഷ്യൻ, രാഷ്ട്രീയക്കാരനായിട്ടില്ല. ഇത് പറഞ്ഞാണ് സുരേഷ് ഗോപി അതെ ഞാൻ പറയാം പച്ചയ മനുഷ്യൻ, ഞാൻ പറയാം അതിൽ രാഷ്ട്രീയക്കാരനായിട്ടില്ല. അയാൾക്ക് അഭിനയം അറിയത്തില്ല. സുനിൽകുമാറിന്റെ കൂട്ട് ആൾക്കാർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. ഏത് കാര്യം വന്നാലും ഒന്നും കാണിക്കാതെ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചുകൊണ്ട് ഇപ്പൊ മുരളീധരന്റെ കയ്യിൽ ഒരുത്തൻ ആവേശത്തിൽ വന്നൊരു മുതുക്കം പിടിച്ചു, കൈ വലിച്ചെറിഞ്ഞു. എന്നിട്ട് ന്യായം പറയുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളുടെ പിന്തുണ മേടിക്കാൻ മുരളീധരന്റെ കൂട്ട് ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഇദ്ദേഹം പച്ചയ മനുഷ്യനാണ്. ആ പച്ചയ മനുഷ്യനെ തിരിച്ചറിഞ്ഞ അവിടെ ജയിപ്പിച്ച 70,000 വോട്ട് പൂരം കളിക്കൊണ്ടല്ല, അല്ലെങ്കിൽ വേറെ കാര്യം. ഞാൻ പറഞ്ഞുതരാം. ഞാനീ പറഞ്ഞത് ഇവര് വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. 2014 തൊട്ട് 2024 ഇലക്ഷൻ ജയിക്കുന്നിടം വരെ സുരേഷ് ഗോപിയോട് ചെയ്തുകൊണ്ടിരുന്ന എന്താണെന്ന് അറിയോ? സുരേഷ് ഗോപി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചു. ധനുഷിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ, ധനുഷിനെ പോയിന്റ് ചെയ്യാൻ തുടങ്ങിയാൽ, ധനുഷിനെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങും, ധനുഷിനെ തിരിച്ചറിയാൻ തുടങ്ങും. അങ്ങനെ ഇദ്ദേഹത്തെ നിരന്തരമായിട്ട് പള്ളിയിൽ കയറുന്നതിനകത്തും, മോസ്കിനകത്ത് ചെല്ലുന്നതിനകത്തും, അമ്പലത്തിനകത്ത് കയറുന്നതിനകത്തും എല്ലാത്തിനകത്തും ഇദ്ദേഹത്തിന് കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർത്ത് ഇദ്ദേഹത്തെ ജനം കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി. അയാളിൽ ഉള്ള സത്യം ജനം മനസ്സിലാക്കി അയാൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ഇതിനു ശേഷവും ഈ വളരെ പാരമ്പര്യമുള്ള 100 കൊല്ലം പാരമ്പര്യമുള്ള CPIയും അതിനപ്പുറം പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതാക്കന്മാരും അവന് പറ്റുന്ന കുഴപ്പം എന്താണെന്ന് മനസ്സിലാക്കാതെ അവൻ വീണ്ടും സുരേഷ് ഗോപിയുടെ പുറകെ നടക്കുക. ആടിന്റെ സാധനം ആടുമ്പോ വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നാ പറയാൻ നടന്ന പോലെ മനസ്സിലാവുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ പറയാൻ നടക്കുക. മുരളീധരൻ പറയുന്നത് 3ാം സ്ഥാനത്ത് പോയ അയാൾ പറയുന്നത്, മുരളീധരൻ പറയുന്നത് പൂരം കലക്കുണ്ട് ജയിച്ചത്. ഇവിടെ പൂരം കലക്കെങ്കിൽ ജയിക്കേണ്ടത് ഈ ജയിക്കേണ്ടത് ആരാ? സുനിൽകുമാറല്ലേ? മുരളിയാണോ ജയിക്കേണ്ടത്? പൂരം കലക്കെങ്കിൽ ജയിക്കേണ്ടത്? ഞാൻ ചോദിച്ചിട്ടെ, പൂരം കലക്കെങ്കിൽ അഥവാ ടൈപ്പ് നിൽക്കാമെങ്കിൽ എത്ര വോട്ടിന് ജയിക്കും? ഒരു 15,000 വോട്ടിന് അല്ലെ 5,000 വോട്ടിന് ജയിക്കും. 75,000 വോട്ടിനാണ് അയാൾ ജയിച്ചത്. എന്നിട്ട് ഇവന്മാര് BJPയുടെ പ്രശ്നമാണെന്ന് കണ്ട്, അല്ലെങ്കിൽ ഇത്രയും പാരമ്പര്യമുള്ള രാഷ്ട്രീയക്കാരൻ സുനിൽകുമാറിന്റെ പാരമ്പര്യം എത്ര വലുതാ CPIക്കകത്ത്? കെ മുരളീധരൻ കരുണാകരന്റെ മകനാണ്. കെ മുരളീധരനെ കാട്ടി കൂടുതൽ കരുണാനെ ആരാധിക്കുന്ന ആളാണെന്ന് അവിടുത്തെ ജനം മനസ്സിലാക്കിയോണ്ടാണല്ലോ സുരേഷ് ഗോപിക്കോട് വോട്ട് ചെയ്ത്, ഇയാൾക്ക് വോട്ട് ചെയ്യാതെ കോൺഗ്രസിന്റെ കോട്ടയ്ക്കകത്ത്. എന്നിട്ട് വീണ്ടും പുറം നടന്ന് ആക്രമിക്കുക. ഈ ആക്രമം കൊണ്ട് വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി വലുതായിക്കൊണ്ടേയിരിക്കും. കാരണം അയാളിൽ സത്യസന്ധതയുണ്ട്, അതാര് നിഷേധിച്ചാലും ഉണ്ട്. അയാൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തനം. പുള്ളിക്ക് പിന്നെ അഭിനയിക്കാൻ അറിയത്തില്ല. അത് കുറച്ചുകൂടെ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ വളരെ പിന്നെ ചെയ്തില്ല. ഇയാൾ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ബാക്കി ഇതുവരെ ഉള്ളവൻ എന്ത് ചെയ്തെന്നുള്ള കാര്യം ചർച്ചയാവോ? ധനുഷ് തുടക്കത്തിൽ ചർച്ചയാവോ? അപ്പൊ ഞാനീ പറഞ്ഞത് സുരേഷ് ഗോപി ഒരു ക്യാൻസറാണ്. ആർക്ക് ക്യാൻസർ? ഈ CPIക്കും അല്ലെങ്കിൽ കോൺഗ്രസിനും ഒക്കെ. കാരണം തൃശ്ശൂർ ഇപ്പൊ പരിശോധിക്കുമ്പോൾ ആകപ്പാടെ ഇന്ന് സംസ്ഥാനത്ത് അല്പമെങ്കിലും വിരലില്ലാവുന്ന CPIക്കാരുള്ള തൃശ്ശൂരായിരുന്നു. പിന്നെ കൊല്ലം ജില്ലയിൽ തൃശ്ശൂര് CPI മൊത്തം അടപടൽ BJPക്കകത്ത് പോയി. കോൺഗ്രസിനകത്ത് അന്ന് മുരളീധരൻ തോറ്റ അന്ന് തുടങ്ങി അടിയാണ്. അതിന് നിങ്ങൾ കണ്ടല്ലോ, പാർട്ടി അകത്ത് കയറി അടിച്ചു, DCC പ്രസിഡന്റ് ഇറങ്ങി ഓടി, DCC സെക്രട്ടറി ഇറങ്ങി ഓടി. എല്ലാവരും ഇപ്പൊ എവിടെയാണെന്ന് അറിയത്തില്ല, ഒന്നിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ ശ്രീകണ്ഠനെ ഇപ്പൊ ചാർജ് കൊടുത്തേ. കോൺഗ്രസിന്റെ അവസ്ഥ ഇതാണ്. 4 വയ്ക്ക് പ്രതാപൻ എങ്ങോട്ട് പോയെന്ന് പ്രതാപൻ അറിയത്തില്ല. വേറെ MLA ഉണ്ടല്ലോ, എവിടെ പേരുന്നത് അരീക്കരും, അത് നേരത്തെ MLA ആയിട്ട് മുൻ MLA. അയാൾ അങ്ങനെ കഴിഞ്ഞ ദിവസം കേസ് കൊടുത്തേ, അനിലക്കര കേസ് കൊടുത്ത്. എങ്ങനെയായി? അനിലക്കര കേസ് കൊടുത്തു ആളാവാൻ വേണ്ടി. സുരേഷ് ഗോപി തിരിച്ചു കേസ് കൊടുത്തു. പത്രക്കാർ ഇവിടെ പോയെന്ന് അറിയത്തില്ല, അനിലക്കര ഇവിടെ പോയെന്ന് അറിയത്തില്ല. സുരേഷ് ഗോപിയുടെ കേസിന് അവിടെ പ്രാബല്യം. സുരേഷ് ഗോപിയുടെ മുമ്പിൽ നമ്മൾ നേരത്തെ ഒരു ടോക്കിനകത്ത് പറഞ്ഞതുപോലെ ആൾക്കാർ ചെല്ലണമെങ്കിൽ സുരേഷ് ഗോപി ആവശ്യപ്പെടണം. ഇവൻ തള്ളിക്കേറിയതിന് സുരേഷ് ഗോപി ആക്രമിക്കാൻ എന്ന് പറഞ്ഞ കേസ് വരും. അനിലക്കര എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇല്ലായ്മയായിക്കൊണ്ടിരിക്കും. കോൺഗ്രസ് ഇല്ലായ്മയായിക്കൊണ്ടിരിക്കുക, CPIയും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ ഇല്ലായ്മയായിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് നിരന്തരം ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുക. സുരേഷ് ഗോപിയെ വിട്ടുപിടിച്ചാൽ ഉള്ളതെങ്കിലും അവിടെ കാണും. സുരേഷ് ഗോപിയുടെ പുറകെ കൂടിക്കഴിഞ്ഞാൽ ഇല്ലായ്മയായിക്കൊണ്ടിരിക്കും. അവിടെ CPIയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. CPIയുടെ ഗ്രൂപ്പ് ബിനോയ് വിശ്വത്തിന്റെ ഗ്രൂപ്പ് അല്ല സുനിൽകുമാർ. അന്ന് അയാൾ പരിഗണനയില്ല. പിന്നെ അവിടെ വേറെ ആരെയും ഇല്ലാത്തതുകൊണ്ട് ഈ പ്രാവശ്യം പരിഗണിച്ച്. അതിനുശേഷം അവിടുത്തെ CPI പോകുന്നതിനകത്ത് സുനിൽകുമാറിനെ ശ്രദ്ധിക്കുന്നില്ല, സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശ്രദ്ധിക്കുന്നില്ല. കോൺഗ്രസിനകത്തും വളരെ അപജയമാണ്. കാരണം ഇയാളെ എവിടെങ്കിലും ആർക്കും കണ്ടുകൂടാ. ഈ മുരളീധരനെ അംഗീകാരം. പിന്നെ പ്രധാന അവിടെ നിന്നും കൊളക്കലക്കുമല്ലേ, പ്രധാനം അവിടെ അറിയത്തില്ല. പ്രധാനം മിണ്ടുന്നേ ഇല്ലല്ലോ, കലങ്ങിയല്ലേ. മാത്രമല്ല ഇപ്പം ഈ കരുണാകരന്റെ സ്മൃതി മണ്ഡപം വരെ
സുരേഷ് ഗോപി പത്മജയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇല്ല. അപ്പൊ ആ പത്മജ വന്നു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് എല്ലാം സൈലന്റ് ആയിട്ട് കണ്ടവാനും കോൺഗ്രസും കൊണ്ട് വന്നിട്ട്. അപ്പൊ ഞാൻ ഈ പറയുന്നത് ഇവരുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി ഒരു ക്യാൻസറാണ്, BJPക്കകത്തുണ്ടാവുന്ന ക്യാൻസർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 1 സ്റ്റേജ് 2 സ്റ്റേജ് 3 സ്റ്റേജ് 4 സ്റ്റേജ്. ഈ 3 സ്റ്റേജ് വരെ അറിയത്തില്ല. ഈ 3 സ്റ്റേജ് വരെ ഇവന്മാർ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ 4ാമത്തെ സ്റ്റേജ് ഇനി അറിഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരു കാര്യം, സുരേഷ് ഇപ്പൊ ഏറ്റവും അവസാനം വന്ന് പിടിച്ചേക്ക് നിങ്ങൾ മുമ്പേ പറഞ്ഞ കാര്യം എന്തോ പൂരം കലയ്ക്കുന്നു. പൂരം കലക്കുന്നതിന് ഈ പറഞ്ഞ ആരാണ്ട് പറഞ്ഞ പോലെ 2-3 കള്ളുകൂടിയന്മാർ പോരെ, പിന്നെ ASP ആവശ്യമുണ്ടോ? ആനയുടെ വാല 4 പിടി പിടിക്കുമ്പോൾ ആന 4 ചാട്ടും പൂരം കലങ്ങിയോ? പ്രശ്നമായോ? അതിനെന്തിനാ സുരേഷ് ഗോപി പിടിക്കുന്നത്? പൂരം കലക്കിയിട്ട് സുരേഷ് ഗോപി ജയിക്കാനാണെങ്കിലേ ഈ അജിത് കുമാറിനെ പിടിച്ചേക്കും. നമ്മുടെ VD സതീശൻ 1 കൊല്ലം മുമ്പേ പൂരം കലക്കാൻ പറഞ്ഞു. RSS നെ കണ്ടു. എന്തൊക്കെയാണ് ഈ പറഞ്ഞിപ്പിക്കുന്നത്? അതുകൊണ്ട് ഒരു കാര്യം, ബുദ്ധിയുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയെ ഇനിയും വലുതാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇവരുടെ കെയർ ഓഫിൽ സുരേഷ് ഗോപി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കെയർ ഓഫിൽ സുരേഷ് ഗോപി MP ആവും, നാളെ മന്ത്രിയാവും, ചിലപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും. മനസ്സിലാവുന്നുണ്ട്? സുരേഷ് ഗോപി ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ K മുരളീധരനിലൊക്കെ മലശോലയുള്ളവർ സംസാരിക്കുന്ന പോലെ ഇല്ല, കണ്ടിട്ടില്ലേ പുള്ളിയുടെ സംസാരം? ഈ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ അതുപോലെ ഈ സുനിൽകുമാറും ഒക്കെ ദൈവത്തെ ഓർത്ത് ജോലി നോക്കിയിരിക്കാമെങ്കിൽ സുരേഷ് ഗോപി അവിടെ കടന്ന് നിന്ന് വേണമെങ്കിൽ നാളെ എപ്പോഴെങ്കിലും നോക്കാം. അല്ലെങ്കിൽ ഈ പാർട്ടി പോലും കാണത്തില്ല. കാരണം ഇവർ ഈ പറയുന്നതൊക്കെ പൊതുജന മധ്യത്തിൽ പറയാമെന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞ് 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 വലുതാക്കി സുരേഷ് ഗോപി ഒരു വലിയ ഫിഗറായി. സുരേഷ് ഗോപി ആണല്ലോ ഫിഗർ. ഇപ്പൊ പിണറായി വിജയനൊക്കെ കഴിഞ്ഞാല് കേരളത്തിലെ സമുന്നതായ നേതാക്കന്മാരുടെ ചർച്ചയിൽ വരുന്ന ഒരാളെ സുരേഷ് ഗോപി ആരാക്കിയതാ? ഇവരാക്കിയതാ. അത് നിർത്തുന്നതാവും, ഇവർക്ക് നന്നാവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.